Hello guys, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ അത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 200 പേരിൽ മേലെ എനിക്ക് മെസ്സേജ് അയക്കുകയും ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോൾ ഒരു ക്ലയന്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടേണ്ട സാധനങ്ങൾ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് സ്ക്രിപ്റ്റ് ആണ്. ഒരു വീഡിയോക്ക് വേണ്ട സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഒരു ക്ലയന്റിന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ഒരു അഡീഷണൽ ചെറിയൊരു കോസ്റ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഏകദേശം ഒരു 1000 rupees ഇന്ത്യൻ മണി 1000 rupees നമ്മളൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ക്ലയന്റിന് സബ്മിറ്റ് ചെയ്യും. അദ്ദേഹം റിവ്യൂ ചെയ്തതിനു ശേഷമേ നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു ക്ലയന്റിന്റെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വെബ്സൈറ്റോ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അതിൽ നിന്ന് തന്നെ സ്ക്രിപ്റ്റ് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലയന്റിന് അദ്ദേഹത്തിന്റെ സർവീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു വീഡിയോ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ആ സർവീസ് പേജ് എടുത്തിട്ട് സെയിം ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സർവീസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളതും അദ്ദേഹത്തിനായിരിക്കും, ക്ലയന്റിനായിരിക്കും. സോ അവർ തന്നെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ ക്ലയന്റിന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ ക്ലയന്റിനോട് നമ്മളിങ്ങനെ പറയും, നിങ്ങൾക്കാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് കൂടുതൽ അറിവ്, സോ നിങ്ങൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യും. റിവ്യൂ ചെയ്തതിനു ശേഷം നമ്മളത് വീണ്ടും ബാക്കിയുള്ള പ്രോസസ്സിന് വേണ്ടി എടുക്കും എന്നുള്ള കാര്യങ്ങളാണ് ക്ലയന്റിനോട് നിങ്ങൾ പറയേണ്ടത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് വൺ സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മെയിൻലി ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സാമ്പിൾ വീഡിയോസ് പോലത്തെ ആനിമേഷൻ വീഡിയോസ് ആയിരിക്കും നമ്മൾ മെയിൻലി ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് ടൈപ്പ് വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് സ്ക്രിപ്റ്റ്, പിന്നീട് വോയിസ് ഓവർ. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. അത് ഏത് ആക്സെന്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ സൈറ്റ് ആണെങ്കിൽ ഇന്ത്യൻ ആക്സെന്റ് ഉള്ള ഒരു വോയിസ് ഓവർ മെയിലോ ഫീമെയിലോ നമ്മൾ അറേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അമേരിക്കൻ ആക്സെന്റോ UK ആക്സെന്റോ ഏത് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വെളിനാട്ടിൽ നിന്ന് ഒരു ക്ലയന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം ഒരു ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിലാണ് ഇപ്പോൾ വീഡിയോ വേണമെങ്കിലും അതും നമ്മൾ ചെയ്തു കൊടുക്കും. അറബിക് ലാംഗ്വേജ് വേണമെങ്കിൽ ചെയ്യും. ആകെ ചെയ്യാത്തത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, 1 ഹിബ്രു, 2 ജാപ്പനീസ്. ഈ 2 ലാംഗ്വേജും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന്റെ വേർഡിങ്സ് നമുക്ക് മനസ്സിലാവില്ല. സ്ക്രിപ്റ്റും ഇതും തമ്മിൽ സിങ്ക് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. സോ ഹിബ്രു അതുപോലെ തന്നെ ജാപ്പനീസ് ലാംഗ്വേജ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ഏതൊരു ലാംഗ്വേജും നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്ലയന്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഈ കോട്ട്, അതായത് ഈ ഒരു ടോട്ടൽ കോസ്റ്റ് എമൗണ്ടിൽ വരുന്ന സംഭവങ്ങൾ എന്തെന്ന് വെച്ചാൽ, ആനിമേഷൻ വരും, അതിൽ വോയിസ് ഓവർ വരും, വോയിസ് ഓവർ സിങ്കിങ്. ഇപ്പോൾ സിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആനിമേഷനും വോയിസ് ഓവറും തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ, അതിനാണ് സിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ കൊടുക്കും. കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത, ഇപ്പോൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ പോർട്ട്ഫോളിയോയിൽ കാണുന്ന വീഡിയോസ് എല്ലാം ലോ ക്വാളിറ്റി ആണ്. അതായത് 720p എന്ന് പറയും. HD തന്നെ പക്ഷേ 720p HD ആണത്. നമ്മൾ ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ HD വീഡിയോ ആയിരിക്കും. 1080p എന്ന് പറയുന്ന ഒരു ഫുൾ HD ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വെബ്സൈറ്റിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ലോഡ് ആകാൻ ടൈം എടുക്കും. അത് കാരണമാണ് ലോ ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ക്ലയന്റിന് ഈ പോർട്ട്ഫോളിയോസ് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം പറയണം, ഈ വീഡിയോസ് എല്ലാം ഇപ്പോൾ HD ആണെങ്കിലും 720pയിലാണ് ചെയ്യുന്നത്. ലോ ക്വാളിറ്റി HD ആണ്. നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫുൾ HDയിലായിരിക്കും വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഞാൻ തന്നെ ഒരു വെബ്സൈറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അതിപ്പോൾ ലോഞ്ചും ആയിരിക്കുകയാണ്. അതിൽ ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം പോർട്ട്ഫോളിയോ പേജ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ആ വെബ്സൈറ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം. എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യരുത്. ഇതുപോലെ കമ്മീഷൻ ബേസിൽ താല്പര്യം ഉള്ളവർ മാത്രം, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിൽ ജോയിൻ ചെയ്യുക. എന്നാലേ നമുക്ക് ഡയറക്റ്റ് ഡിസ്കഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ അതിന്റെ ഒരു ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ വെബ്സൈറ്റ് ലോഞ്ച് ആയ ലിങ്കും graphicempire.net എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലയന്റിനെ അത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതിന്റെ സർവീസ് പേജിലാണ് നമ്മുടെ പോർട്ട്ഫോളിയോസ് എല്ലാം വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 15-16 വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓരോ ദിവസം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാം ഒരു ഹാർഡ് ഡിസ്കിലാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് കോപ്പി ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യണം, കുറച്ച് ടൈം എടുക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഏകദേശം പല പല സർവീസിലുള്ള വീഡിയോസ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലയന്റിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രൈസിംഗ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരിക, എന്നിട്ട് എന്നോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഡെയിലി ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാൻ പറ്റിയ കറക്റ്റ് ടൈം രാത്രി 8 മണിക്ക് ശേഷമാണ്. കാരണം ഞാൻ ആ ടൈം ആയിരിക്കും കുറച്ച് ഫ്രീ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആ സമയം എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഈ പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നെക്സ്റ്റ് വീഡിയോ ഒരു 3-4 വീഡിയോ ഞാൻ വെബ്സൈറ്റ് ക്രിയേഷനെ കുറിച്ചായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ സമീപിച്ചപ്പോൾ ഏകദേശം 20,000 rupees, അതുപോലെ തന്നെ 2 ആഴ്ച പിടിക്കുമെന്ന് പറഞ്ഞു. കാരണം പുള്ളി ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റ് ആണിത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് എന്നോട് പറയുക. അതുപോലെ തന്നെ നമുക്ക് വെറും 1,500 രൂപയിൽ താഴെ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിരിക്കും ഞാൻ ഇനിയുള്ള ഒരു 3 എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റിന്റെ ട്രിക്സ് ആണ് ഞാൻ നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ലോഞ്ച് ചെയ്ത വെബ്സൈറ്റിലേക്ക് ഒന്ന് എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമ്മളുടെ വെബ്സൈറ്റ് ലോഞ്ച് ആയിരിക്കുകയാണ്. ഇതിൽ ചില ഓപ്ഷൻസ് എനിക്ക് ഇനിയും എഡിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലയൻറ്റിനെ കാണിക്കാൻ ഈ വെബ്സൈറ്റ് മതിയാവും. അപ്പോൾ ഫ്രണ്ട് പേജ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിലേതിലും ക്ലിക്ക് ചെയ്താലും നിങ്ങൾ പോർട്ട്ഫോളിയോ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സർവീസ് പേജിലേക്ക് പോകും. അപ്പോൾ ഈ ലോഗോയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്ത കമ്പനികളുടെ വീഡിയോസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലയൻസിൻ്റെ ലോഗോകളാണ്. ഇപ്പോൾ കുറച്ച് ലോഗോസ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളൂ. കാരണം പേജ് ലോഡ് ആവാൻ ടൈം എടുക്കും. അതുപോലെ തന്നെ ഇത് നമ്മളൊരു വോയിസ് ഓവർ ആർട്ടിസ്റ്റാണ്. ഇത് മറ്റൊരു ആർട്ടിസ്റ്റാണ്. പക്ഷേ അവരുടെ ശരിക്കുള്ള ഇമേജ് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ക്ലയൻസിന് ഇപ്പോൾ ഈ വെബ്സൈറ്റ് കാണിക്കുമ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് പോവുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഈ ഏതെങ്കിലും ഒരു ലിങ്കിൽ പ്രസ് ചെയ്യുക. അതുമല്ലെങ്കിൽ സർവീസ് പേജിലേക്ക് പോവുക. സർവീസ് പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഒരു പ്രൊമോ വീഡിയോ പോലെ ഫ്രണ്ടിൽ വരും. അത് ഓട്ടോ പ്ലേ ആണ്, തനിയെ പ്ലേ ആവും ആ വീഡിയോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഇതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മൊബൈലായിരുന്നു ചിലപ്പോൾ പ്ലേ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ താഴെ ഞാൻ ഇതിനു മുമ്പ് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആനിമേഷൻ വീഡിയോസിൻ്റെ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് ആനിമേഷൻ വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. പല വെറൈറ്റി വീഡിയോസിൻ്റെ എല്ലാം ചെയ്യാനുണ്ട്. ഇൻട്രോ വീഡിയോ, ഔട്ട്രോ വീഡിയോ എല്ലാത്തിൻ്റെയും ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഈ ടൈപ്പ് ആനിമേഷൻ വീഡിയോസാണ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ സെക്ഷനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഓരോ കാറ്റഗറി. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ് കാണാൻ സാധിക്കും. ടൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ്, ബിസിനസ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഗൺ ഓപ്ഷൻ, ബ്ലോക്ക് ചെയിൻ, ഇൻഷുറൻസ് ഇൻഡസ്ട്രി, അങ്ങനെ പല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ സാമ്പിൾസാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലയൻറ്റിനോട് പ്രത്യേകം പറയണം, ഈ കാണുന്ന വീഡിയോസ് എല്ലാം ലോ ക്വാളിറ്റി HD ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാരണം പേജ് ലോഡാകാൻ ടൈം എടുക്കുന്ന കാരണം. പക്ഷേ ക്ലയൻറ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ HD 1920x1080. ഇത് ഫുൾ HD ക്വാളിറ്റി വീഡിയോ ആയിരിക്കും നമ്മൾ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാൻ പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലയൻറ്റ് നമുക്ക് എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എബൌട്ട് പേജിൽ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, എബൌട്ട് പേജിൽ നിങ്ങൾക്ക് പോകുമ്പോൾ അവർ 6D പ്രോസസ്സ് എന്ന് പറയുന്ന, അതായത് 6 പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കുന്നത്. ഒന്നാമത്തെ സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റാണ് നമ്മൾ ക്ലയൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമുക്ക് തരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പോർഷൻസിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇനി അഥവാ ക്ലയൻറ്റിന് സ്ക്രിപ്റ്റ് ക്ലയൻറ്റിൻ്റെ കയ്യിലില്ലെങ്കിൽ ആ ക്ലയൻറ്റിനൊരു വെബ്സൈറ്റ് ഉണ്ടാകും.
ആ വെബ്സൈറ്റിൻ്റെ ഏതൊരു സർവീസ് പേജ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെയിം സർവീസ് പേജിൻ്റെ സെയിം കോണ്ടൻറ്റ് എടുത്തിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തു കൊടുക്കും ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ എക്സ്ട്രാ നമ്മൾ ഒരു 1000 rupees ചാർജ് ചെയ്യും. അത് നിങ്ങൾ പ്രത്യേകം പറയണം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് ക്ലയൻറ്റ് സ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് സ്ക്രിപ്റ്റ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്ലയൻറ്റിന് ഇപ്പോൾ ലോഗോയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സോ നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ ചോദിക്കണം. അതുമല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇമേജോ മറ്റോ ക്ലയൻറ്റിന് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതും നിങ്ങൾ ചോദിക്കണം. മെയിൻലി നമുക്ക് വേണ്ടത് സ്ക്രിപ്റ്റ് മാത്രമാണ്. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യും. നമ്മൾ ആദ്യം വോയിസ് ഓവർ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യും. വോയിസ് ഓവർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് സിങ്ക്രണൈസ് ചെയ്യും നമ്മൾ. അതായത് ഓരോ പോർഷനായിട്ട് ഓരോ സ്ലൈഡായിട്ട് കട്ട് ചെയ്യും. ദെൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അവസാനം എൻഡ് പ്രോഡക്റ്റായിട്ട് വരുന്നത് ഫുൾ HD ക്വാളിറ്റിയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 6 പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്ക്രിപ്റ്റാണ് ഇപ്പോൾ നമുക്ക് മെയിൻലി ക്ലയൻറ്റിൻ്റെ അടുത്ത് വേണ്ടത്. സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഇപ്പോൾ ക്ലയൻറ്റിന് ലോഗോ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതുമല്ലെങ്കിൽ വെബ്സൈറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത്. പിന്നെ ചില ആളുകൾ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ വേണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ്റെ സ്ലൈഡ് ഷോട്ട്സ് നമുക്ക് തരണം. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ക്ലയൻറ്റിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയേണ്ടത്. ഇതിൻ്റെ താഴെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏകദേശം 2400 പ്രോജക്ട്സോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതും 45 കൺട്രീസിലുള്ള ക്ലയൻസിന് വേണ്ടിയിട്ടാണ്. ഈ അവാർഡ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ ഞാൻ ടോപ്പ് റൈറ്റഡ് സെല്ലറാണ്, ചിലതിൽ ലെവൽ 2 സെല്ലറാണ്. അപ്പോൾ അതാണ് അവാർഡ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം താഴെയുണ്ട്. അപ്പോൾ ഇത്തരം നിങ്ങൾ മെയിൻലി ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കേണ്ട പേജ് എന്ന് പറയുന്നത് സർവീസ് പേജാണ്. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ ഉള്ള പേജ്. അതിപ്പോൾ സർവീസിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഫ്രണ്ട് പേജിൽ, അതായത് ഹോം പേജിൽ വന്നിട്ട് പോർട്ട്ഫോളിയോസ് നമ്മൾ കാണിക്കുന്ന കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഈ ലിങ്കിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ആ പോർട്ട്ഫോളിയോ പേജിലേക്ക് പോകും, അതായത് സർവീസ് പേജിലേക്ക് പോകും. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ക്ലയൻറ്റുമായി ഡിസ്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വർക്ക് എന്നോടൊപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ആ ഗ്രൂപ്പ്. എല്ലാവരും ചെന്ന് അതിൽ ജോയിൻ ചെയ്യരുത്. ഇതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ് ഞാൻ. അതുപോലെ തന്നെ മറ്റുള്ള പ്രൊമോഷണൽ വർക്ക്സ് ഒന്നും അതിൽ ചെയ്യരുത്. ഇത് നമുക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രം. സോ എല്ലാവർക്കും ഈ വെബ്സൈറ്റ്, ഇതിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലയൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലയൻറ്റിനോട് മെയിൻലി ആവശ്യപ്പെടേണ്ടത് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, എക്സ്ട്രാ ചാർജ് ചെയ്യും എന്ന് മാത്രം. എല്ലാവർക്കും ഈ വീഡിയോ അതുപോലെ തന്നെ വെബ്സൈറ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സുമായി ഞാൻ വരുന്നതാണ്. സോ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.